ഞങ്ങളിങ്ങനെ ഇട്ട് തല്ലാനായിട്ട് ഞങ്ങൾ എന്ത് തെറ്റാ ചെയ്തേ? നീയൊക്കെ മണം പിടിച്ചതാണ്ട് കേസ് അന്വേഷിക്കാനെന്ന് പറഞ്ഞ് എന്റെ പട്ടി കൊണ്ട് പോയിട്ടേ എന്റെ പട്ടി വിടാ. അതിന് മണം പിടിക്കാൻ പോയ പട്ടി കണ്ട പെൺപട്ടിയുടെ പുറകെ മണം പിടിച്ചു പോകുന്നത് ഞങ്ങളുടെ കുറ്റം കൊണ്ടാണ്. അതൊന്നും എനിക്കറിയണ്ട. ഇന്നേക്ക് ഒരാഴ്ചക്കുള്ളില് എന്റെ പട്ടി എന്റെ വീട്ടിലെത്തിച്ചിട്ടില്ലെങ്കിൽ നിന്റെയൊക്കെ കോമാളി വേഷം ഉണ്ടല്ലോ, ഞാൻ പെട്രോൾ ചോദിക്കും. ശരി പട്ടി, അല്ല പട്ടീനെ ഞങ്ങള് വീട്ടിലെത്തിച്ചോളാം. നല്ല ചേട്ടാ അവന്റെ ഒക്കെ ഒരു പാട്ടി. അല്ല പിന്നെ നമ്മുടെ അടുത്ത് അവന്റെ കളി. ഓ എന്റെ അമ്മോ. പക്ഷേ എവരി ഡോ ഹാസ് എ ഡേ. എന്ത് എടാ, ഏതൊരു പട്ടിക്ക് ഒരു ദിവസം ഉണ്ടെന്ന്. ഒരു ദിവസം ഉണ്ടെന്ന് അവരോട് പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. അടുത്ത ദിവസം തന്നെ പട്ടിനെ കൊടുക്കണമെന്നാ പറഞ്ഞേക്കണേ. ഈ നശിച്ച പട്ടി കാരണം ബാക്കിയുള്ളവന്റെ ഉള്ള മനസ്സമാധാനം കൂടി പോയല്ല. ആ പട്ടിയുടെ ആണെങ്കിൽ 2 ചെവി തൂങ്ങിയതാ. അങ്ങനെയുള്ള ഒരു പട്ടീനെ നമ്മൾ എവിടെ നിന്ന് ഒപ്പിച്ചു കൊടുക്കാനാ? അങ്ങനെ ഒരു പട്ടിയുണ്ട്. ചെവി തൂങ്ങിയ പട്ടിയാണോ? ചെവിയാണോ കാലാണോ എന്തോന്ന് തൂങ്ങി കിടക്കണം, ഞാൻ ശ്രദ്ധിച്ചില്ല. ഓ നിന്നെ കൊഞ്ഞങ്ങളെ ഞാൻ. പട്ടി അവിടെ നിൽക്കട്ടെ, നിന്നോട് നിൽക്കാനല്ല പറഞ്ഞത്. അതിലും ഭയങ്കരമായൊരു പ്രശ്നമുണ്ട്. എന്താ പ്രശ്നം? വിശന്നിട്ട് പാടില്ല. എനിക്കും വിശക്കുന്നുണ്ട്. ഈ പട്ടിയും പട്ടിണിയും പണ്ടാരടങ്ങി എനിക്ക് ജീവിതം മടുത്തു. എനിക്കും മടുത്ത്. എന്റെ അമ്മോ, എന്റെ അമ്മോ, ഇങ്ങോട്ട് ബാക്കിയുള്ളവരുടെ ജീവിതം ഓടി തീരുള്ളതാ തോന്നണ. ദൈവമേ, ഓടിച്ചത് അറിയില്ല. പഴയ കുട്ടിയാണോ? നമ്മുടെ പുറകെ വന്നത്. നീയായിരുന്ന ദേടാ അവളാടാ. അയ്യോ, പിന്നെ ആരാന്ന് വിചാരിച്ചേ? ഞാൻ വിചാരിച്ചു പലിശക്കാരൻ സെൽവനായിരിക്കും. അതെന്തോ ആവട്ടെ, ചേട്ടന് ഒളിച്ചോടി പോവാന്ന് പറഞ്ഞിട്ട് എന്താ വരാത്തെ? അല്ല അതിപ്പോ ഞാൻ ചേട്ടൻ വരുമെന്ന് വിചാരിച്ച് ട്രാൻസ്പോർട്ട് സ്റ്റാൻഡിൽ ഞാൻ കാത്തു നിന്നു. നിന്ന് കാല് കഴിച്ചപ്പോ ഞാൻ അവിടെ ഇരുന്നു. ഇരുന്നിരുന്ന് ബോറടിച്ചപ്പോ തൊട്ടടുത്തുള്ള ഒരു ചേട്ടനുമായിട്ട് ഞാനങ്ങ് പരിചയപ്പെട്ടു. പിന്നെ ഞാനും ചേട്ടനും കൂടി ഊട്ടിക്ക് പോയി. ഇന്ന് രാവിലെ തിരിച്ചു വന്നേ. നമ്മൾ എന്ന് ചേട്ടാ ഒളിച്ചോടുന്നേ? നിങ്ങൾക്ക് രണ്ടും കൂടി കല്യാണം കഴിച്ചൂടെ? നമ്മുടെ കല്യാണക്കാര്യം കഴിഞ്ഞ ആഴ്ച വീട്ടിലൊന്ന് ഞാൻ പതുക്കെ പറഞ്ഞു. എന്നിട്ട് വീട്ടുകാരെന്ത് പറഞ്ഞു? പതുക്കെയല്ല പറഞ്ഞു, ആരും കേട്ട് കാണൂല. ജെയിംസ് ഏട്ടോ, ഒരു ദിവസം നമ്മൾ രണ്ടുപേരും സന്ധ്യ മയങ്ങുന്ന നേരത്ത് പകൽ നക്ഷത്രങ്ങളെ നോക്കി നിൽക്കുന്നത് ഞാൻ സ്വപ്നം കണ്ടിട്ടുണ്ട്. എന്റെ ജെയിംസ് ഏട്ടാ. അയ്യോ, ജെയിംസ് ഏട്ടനോട് പോയി. അയ്യോ, അവനോട് പോയി. ജെയിംസ് ഏട്ടാ, ജെയിംസ് ഏട്ടൻ പോണെങ്കിൽ പോട്ടെ, എനിക്ക് എന്റെ ബോണ്ടേട്ടനെ മതി. പോണ്ടല്ല, ഉണ്ടമ്പരി ഒന്ന് പോടി വേണ്ട. ഒന്ന് പോവണ്ട. ഇത് ഞാനാടാ. നീയായിരുന്ന? ഞാൻ വിചാരിച്ചാ നശിച്ച പെണ്ണായിരിക്കും. നീ ആളൊരു വഞ്ചകനാടാ. അത് ഞാൻ അവളെ സ്നേഹിച്ചിട്ട് വേണ്ട വഞ്ചിക്കാൻ. നീ അവളെ സ്നേഹിച്ച് വഞ്ചിച്ചാരും അല്ല പറഞ്ഞ. നീ അവളുടെ അടുത്ത് തന്നെ ഒറ്റക്കിട്ടിട്ട് പോയില്ലേ? ആ പിശാചിന്റെ പേരെന്താ? ജീവന്തി. ജീവന്തി അല്ല, അത് തീവണ്ടിയാ. മറ്റുള്ളവരെ നെഞ്ചത്തോട്ട് ഓടിക്കറ തീവണ്ടി. നീ എന്തിനാ കരയണത്? എനിക്ക് വിശന്നിട്ട് പാടില്ല. കരയണ്ടേട്ടാ, എനിക്ക് വിശക്കണടാ. നമുക്ക് വല്ല ഹോട്ടലിൽ നിന്ന് ആഹാരം മേടിച്ച് കഴിച്ചാലാ? അതിന് നിന്റെ കാശുണ്ടോ? അതിന്റെ ഐഡിയ ഞാൻ പറഞ്ഞുതരാം, നീ വാ. എടാ മണ്ട, നമ്മൾ ഏതെങ്കിലും ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിച്ചതിന് ശേഷം നമ്മുടെ കാശ് പോക്കറ്റ് അടിച്ചു പോയി എന്ന് പറയുന്നു. കൊള്ളാം. എന്നിട്ട് അവര് നമ്മളെ നേരെ ഹോട്ടലിന്റെ അകത്തേക്ക് കയറ്റി അടുക്കളയിലേക്ക് പറഞ്ഞിട്ട് അവിടുത്തെ പണി മുഴുവൻ നമ്മളെ കൊണ്ടിരിക്കും. അതും നല്ല കാര്യമല്ലേ? നമ്മൾ ആ ഹോട്ടലിൽ പണി ചെയ്യുമ്പോൾ നമ്മുടെ പണി അവർക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ആ ഹോട്ടലിൽ തന്നെ നമുക്ക് സ്ഥിരം പണി കിട്ടില്ലേ? എടാ, അങ്ങനെ ഹോട്ടലിൽ കിടന്ന് പണിയെടുത്ത് കളയാനുള്ളതല്ല നമ്മുടെ വിലയേറിയ ജീവിതം. അല്ല, നാട്ടുകാരുടെ തല്ലുകൊണ്ട് ചാവാൻ. എടാ, ഒരു കാര്യം മനസ്സിലാക്കും, ഞാൻ പറയുന്നൊന്ന് അനുസരിക്കാൻ പറ്റിയ ആ ഹോട്ടലിൽ നിന്ന് നമുക്ക് മര്യാദയ്ക്ക് ഭക്ഷണമെങ്കിലും കഴിക്കാം. എടാ, ഒരു മനുഷ്യൻ തിന്നാൻ വേണ്ടിയല്ല ജീവിക്കണത്, ജീവിക്കാൻ വേണ്ടിയാ തിന്നണത്. എന്നാ എനിക്കൊരു മട്ടൻ ബിരിയാണി മാംഗോ ജ്യൂസ് ഇപ്പൊ തന്നെ മേടിച്ചതാ. നീ ആദ്യം ഒരു കാര്യം മനസ്സിലാക്കണം. ദാസനും വിജയനും എങ്ങനെ ഇത്ര വലിയ സിഐഡികളായെന്നറിയോ? ഏത് ദാസനും വിജയനും? എടാ, നാടോടിക്കാറ്റിലെ ദാസനും വിജയനും ഇത്ര വലിയ സിഐഡികളായത് അവർ ഒരുപാട് കഷ്ടപ്പെട്ടതിന് ശേഷമാണ്. ആണോ? അതുപോലെ നമ്മളും ഒരിക്കലും ലോകമറിയുന്ന 2 സിഐഡികളായി മാറും. ആകൂ. പിന്നെ
എടാ എന്നെ വെച്ച് നീയൊക്കെ രക്ഷപ്പെടാന്ന് കരുതിയോടാ. പിടി ചേട്ടാ. എടാ ഈ ശെൽവം കാശ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് മേടിച്ചിട്ടുണ്ട്. അത് പിന്നെ സെൽവൻ ചേട്ടൻ കാശ് കൊടുക്കാൻ തയ്യാറാണെങ്കിൽ നാട്ടുകാർ അത് മേടിക്കും. അതല്ലെന്ന്, ഞാൻ നിനക്ക് കാശ് തന്നിട്ടുണ്ടെങ്കിലേ അത് മേടിച്ചിട്ടുണ്ടാവുന്ന ഞാൻ ഉദ്ദേശിച്ചത്. അതായത് സെൽവൻ ചേട്ടൻ ഞങ്ങൾക്ക് കാശ് തന്നിട്ടുണ്ടെങ്കിൽ മേടിച്ചിട്ടുണ്ടാവുന്നല്ലേ? അപ്പൊ പിന്നെ ഞങ്ങൾ ഇനി കാശ് തരണ്ടല്ലോ. നീയൊന്നും തരണ്ടടാ, ഞാൻ എന്റെ പൊന്നിയേട്ടാ, ഞങ്ങളൊരു സത്യം പറയാം. സത്യമാണോ? എന്റെ പൊന്നിയേട്ടാ, ഞങ്ങളുടെ ജീവിതത്തിൽ ഇതേവരെ ഒരു നുണ പോലും പറഞ്ഞിട്ടില്ല. ഇതുപോലൊരു നുണ ഞാൻ എന്റെ ജീവിതത്തിൽ കേട്ടിട്ടില്ല. അയ്യോ ചേട്ടാ, വിഷം മേടിച്ച് തിന്നാൻ പോലുള്ള കാശ് ഞങ്ങളുടെ കയ്യിൽ ഇല്ല. അയ്യോടാ, വിഷം മേടിച്ചിട്ടുള്ള കാശില്ല, അത് ഞാൻ തരാം. പക്ഷേ എന്റെ കാശപ്പ തരൂടാ. സെൽവൻ ചേട്ടാ, കാര്യം സെൽവൻ ചേട്ടന്റെ കയ്യിലെ കാശ് കൊണ്ടാ ഞങ്ങൾ ഈ കോട്ടും സൂട്ടും തൊപ്പിയൊക്കെ മേടിച്ചു. പക്ഷെ പ്രതീക്ഷക്കൊത്ത് ഉയരാനുള്ള സീഡികളായിട്ട് വളരാൻ ഞങ്ങൾക്ക് പറ്റില്ല ഏട്ടാ. അയ്യോടാ, അപ്പൊ ഇതേവരെ നിങ്ങക്ക് തെളിയിക്കാൻ കേസൊന്നും കിട്ടിയില്ല. കേസ് പോയിട്ട് തെളിയിക്കാൻ ഒരു ബൾബ് പോലും ഞങ്ങൾക്ക് കിട്ടിയില്ല. ഇനി ഉമ്മാരുടെ കയ്യിൽ നിന്ന് ഞാനെങ്ങനെ കാശ് ഒപ്പിക്കും? അങ്ങനെ ഇന്ന് നമ്മൾ ഒരു വിധത്തിൽ സെൽവൻ ചേട്ടൻ അതിന് രക്ഷപ്പെട്ടു. അതെ, എന്നെ സമ്മതിക്കണം. എന്നെ സമ്മതിക്കണം. എന്നെ ആര് സമ്മതിക്കണം? അയ്യോ ഓടരുത്, ഇനി ഓടാനുള്ള കെൽപ്പ് എനിക്കില്ല. കാശിന്റെ കേസ് വിട്ടുകളാ. അതെ, ഞാൻ ഒരു കാര്യം പറയട്ടെ. കേസില്ലാത്തതുകൊണ്ടല്ലേ നിങ്ങക്ക് രണ്ടുപേർക്ക് കാശില്ലാത്ത. പറ്റിയ കേസ് ഒരെണ്ണം ഞാൻ തരാം. എന്ത് കേസ്? ഫീസില്ല കേസ്. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ ഒരാളും അറിയരുത്. ഞാൻ അറിയണോണ്ട് കുഴപ്പമുണ്ടോ? നീ അറിയുന്നതിൽ കുഴപ്പമൊന്നുമില്ല. ഓ, ഇങ്ങനെ മണ്ടൻ ചോദ്യങ്ങൾ ചോദിക്കല്ലേ? ഞാൻ അറിയുന്നതിൽ വല്ല കുഴപ്പമുണ്ടോ? എടാ മണ്ട, എടാ നിങ്ങ രണ്ടുപേരെ കൂടാതെ മൂന്നാമതൊരാൾ അറിയരുത്. ഓ, അല്ല ഇപ്പൊ സെൽവൻ ചേട്ടൻ അറിഞ്ഞല്ല? അയ്യോ, ഇതൊക്കെയാണ് നീയൊക്കെ ഒരു പണിയില്ലാതെ വീട്ടിൽ ചൊറിയും കുത്തിയിരിക്കുന്നത്. നമ്മളെ മൂന്നുപേരെ കൂടാതെ നാലാമതൊരാൾ അറിയരുതെന്ന്. ഇതാണ് എനിക്ക് ഇഷ്ടപ്പെടാത്തത്. ഇങ്ങനെ എപ്പോഴും എപ്പോഴും വാക്ക് മാറ്റി പറയുന്ന ഒരാളെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടേ ഇല്ല. ഞാനും അതല്ലെന്ന്, ഞാനൊരു വീട് കാണിച്ചു. ആ വീട്ടിൽ ചെന്നിട്ട് അവിടുത്തെ പെണ്ണിനോട് ചോദിക്കണം, ഞാൻ ഇന്ന് അങ്ങോട്ടൊന്ന് വന്നോട്ടേന്ന്. അപ്പൊ ചേട്ടൻ കാണിച്ചു തരുന്ന വീട്ടിൽ ചെന്നിട്ട് ഞങ്ങൾ ആ പെണ്ണിനോട് ചോദിക്കണം, ചേട്ടൻ ഇന്ന് അങ്ങോട്ട് ചെന്നോട്ടെ. അത്രയല്ലേ ഉള്ളൂ? അത്രേ ഉള്ളൂ. ഓക്കെ ഓക്കെ. ഇതെവിടെ പോണ്? നിങ്ങക്ക് ആ വീട് അറിയില്ല? ഇതൊക്കെയാണ് നിങ്ങളുടെ കുഴപ്പം. എന്റെ കൂടെ വാ. ഇതാണ് ഞാൻ പറഞ്ഞ വീട്. എല്ലാം പറഞ്ഞതുപോലെ ഞാനൊന്നും അങ്ങോട്ട് വന്നോട്ടെ എന്ന് മാത്രം ചോദിച്ചാൽ മതി. അത് മാത്രം ചോദിച്ചാൽ മതി. മതി. ഓക്കെ ഓക്കെ. ഇതെന്താ ഈ വഴി പോകുന്നത്? ഇത് ഞങ്ങൾ സിഐഡികളുടെ ഒരു രീതിയാണ്. അതെ, മതിൽ ചാടി പോകാന്നുള്ളത്. ഗേറ്റ് വഴി സിഐഡികൾക്ക് പോയാലെന്താ? സ്റ്റോപ്പ്. ചാണാത്തി ചവിട്ടിയോ? ഓ, അതല്ല. പിന്നെ സെൽവൻ ചേട്ടൻ പറഞ്ഞാൽ നമുക്ക് ചെയ്യാതിരിക്കാൻ പറ്റൂ. കറക്റ്റ്. കാരണം നമ്മളുടെ ഈ കോട്ടും തൊപ്പിയും കന്നഡയും എല്ലാം സെൽവൻ ചേട്ടന്റെ കാശാണ്. എന്നാലും അയാൾ വെറും ഒരു വൃത്തികെട്ടവനാ. അത് നമ്മൾ സിഐഡികൾക്ക് അറിയേണ്ട കാര്യമില്ല. Yes. സിഐഡികൾ ഒരു ദൗത്യം ഏറ്റെടുത്താൽ അത് നടത്തിയിരിക്കണം. Come on. പോയ കാര്യം എന്തായി? വളരെ അപകടം പിടിച്ച ഒരു ദൗത്യമാണ് ഈ സിഐഡികൾ ഏറ്റെടുത്തത്. അതെ അതെ. ഏടാ പെണ്ണായിട്ട് സംസാരിച്ചു. അതെ അതെ. എടാ അവിടെ വല്ലതും ഇങ്ങോട്ട് പറഞ്ഞോ? ചേട്ടനോട് അങ്ങോട്ട് ചെന്നാൽ ചേട്ടന്റെ മുട്ടുകാല് തല്ലുപിടിക്കുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് ചേട്ടൻ ഇനി അങ്ങോട്ട് പോകണ്ട. പകരം ഞങ്ങൾ അങ്ങോട്ട് പോകാം. അതെന്ത് കാര്യത്തിന്? ഒന്ന് ട്യൂൺ ചെയ്ത് നോക്കിയാൽ ചിലപ്പോ വീണാലോ. എന്തിനാ ചേട്ടാ ഞങ്ങൾ ഇങ്ങനെ തല്ലടേ? എടാ അതെന്റെ ഭാര്യയാടാ. ഞങ്ങൾ അങ്ങോട്ട് പറഞ്ഞു വിട്ടത്. എടാ പുതിയ വാഷിംഗ് മെഷീൻ മേടിച്ചിട്ട് വീട്ടിലേക്ക് കയറിയാൽ മതി അവളെന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് വല്ല മാറ്റോട്ടാന്ന് അറിയാൻ വേണ്ടിയാണ് നിന്റെ ഞാൻ അങ്ങോട്ട് പറഞ്ഞു വിട്ടത്.